ഹരി ഓം മഹാരാജ്. ഹരി ഓം. മഹാരാജ്, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് പല തരത്തിലുള്ള സെലിബ്രേഷൻ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് ആണ്. ലോകത്ത് പലയിടത്തും പല രീതിയിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ടാകാമെന്നല്ല ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതെപ്പോഴും വളരെയധികം യുണീക്കാണ്. അത് ഓരോ സീസൺ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ മാസത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്നും ആഘോഷത്തിന്റെ നാളാണ്. അപ്പം ഈ സ്പിരിച്വലി നമ്മൾ ചിന്തിക്കുമ്പം മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ഒന്ന് മഹാശിവരാത്രി, അത് കഴിഞ്ഞു പോയി. അപ്പം നമ്മൾ നമ്മുടെ ആശ്രമത്തിൽ വളരെ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി വരാനിരിക്കുന്നതാണ് നവരാത്രി. അപ്പം അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ നവരാത്രിയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? അതൊരു സാധകനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഈ നാട് വളരെ പഴയതല്ലേ? എത്ര പഴക്കമുണ്ട് അറിഞ്ഞുകൂടാ അല്ലേ? 1000, 10,000, 20,000 നമുക്കറിഞ്ഞുകൂടാ. അതിപ്രാചീനമെന്ന് മാത്രമേ പറയാൻ പറ്റൂ അല്ലേ? ലോകത്തും മറ്റു പലയിടത്തും പല സംസ്കാരങ്ങൾ ഉദയം ചെയ്തു, അസ്തമിക്കുകയും ചെയ്തു. ഈ സംസ്കാരം വസുധൈവ കുടുംബകം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി ലോകം മൊത്തം വ്യാപിച്ചിരുന്നതും ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലേ? ഇപ്പോൾ ഭാരതം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഖണ്ഡത്തിൽ, ഈ ദേശത്ത് ഇപ്പോഴും പഴമയുടെ ആ പ്രസരണമുണ്ട്. ഒപ്പം തന്നെ നവനവമാണ്. നവരാത്രിയല്ലേ? രണ്ടർത്ഥമുണ്ടല്ലോ. 1, 9 സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയാല്ലേ? 1 തൊട്ട് 9 അല്ലേ ഉള്ളൂ. 10 എന്ന് പറഞ്ഞാൽ 1 0 ആയല്ലേ? 0 കഴിഞ്ഞ് 0 സംഖ്യയായിട്ട് എണ്ണണ്ട, ശൂന്യമാണല്ലോ. 1 തൊട്ട് 9 വരെ ഏറ്റവും ഡിവൈൻ നമ്പറായിട്ടാണ് 9നെ കണക്ക് കൂട്ടുക. 9, 7 അതിലേറ്റവും ഡിവൈൻ നമ്പറായിട്ട് 9നെ ആസ്ട്രോളജിക്കലി കണക്ക് കൂട്ടുന്നു. നവം എന്നാൽ വേറൊരർത്ഥം കൂടെ ഉണ്ട്. പുതിയത് എന്നർത്ഥം. നവനവമായത് എന്ന് കേട്ടിട്ടില്ലേ? അപ്പം നവരാത്രി നമ്മെ സംബന്ധിച്ച് നവമാകാനുള്ള രാത്രിയാണ് നവരാത്രി. വർഷം മുഴുവൻ നമ്മൾ ധാരാളം ചിന്തകൾ, ധാരാളം കർമ്മങ്ങൾ ഒക്കെ ചെയ്ത് തടുത്തു കൂട്ടി വെച്ചിരിക്കുന്ന ഒട്ടനേകം ചിന്തകളും കർമ്മദോഷങ്ങളും ഇല്ലേ? അതിനെല്ലാം വിടുതൽ നേടാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് നവരാത്രി. ദേവീശക്തിയുടെ പാരമ്പര്യതയിലെത്തി നിൽക്കുന്ന സമയം എന്ന് പറയും. മനസ്സിൻ്റെ പൂർണ്ണതയിലെത്തുന്ന സമയമാണ് ഈ നവരാത്രി. അതുകൊണ്ട് തന്നെ നവരാത്രി ഒരു ആഘോഷമല്ല, സാധനാ ദിവസങ്ങളാണ്. നോർത്തിലൊക്കെ വളരെ പ്രധാനമായിട്ട് കൊണ്ടാടുന്നുണ്ടല്ലോ നവരാത്രി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധനാ കാലഘട്ടമാണ്. നവരാത്രിയുടെ ആദ്യത്തെ 7 ദിവസങ്ങൾ നമ്മളുണ്ടാവാറില്ലല്ലോ, നമ്മൾ ഈ സ്ഥലത്തുണ്ടാവാറില്ല. നമ്മുടെ സാധനയുടെ സമയം അത്. അവസാനത്തെ 2 ദിവസങ്ങൾ, ആ 2 ദിവസങ്ങളിലായിരിക്കും നമ്മളിവിടെ പ്രധാനമായിട്ടും നമ്മുടെ ഹോമകർമ്മങ്ങൾ, അതായത് സിദ്ധകുഞ്ചിക. ഇതാണല്ലോ നമ്മുടെ സിദ്ധിക്കുള്ള താക്കോൽ. എന്താണോ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന സിദ്ധി, ആ സിദ്ധി കരസ്ഥമാക്കേണ്ട സമയം, അതായത് ഒരു വർഷം മുഴുവൻ ചെയ്യുന്ന ഫലം ഏകദേശം ഈ 9 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത്രയേറെ ഇൻറ്റൻസിറ്റി ഉള്ള, ആസ്ട്രോളജിക്കലി അത്രയേറെ പ്രാധാന്യമുള്ള സമയമാണ് ഈ നവരാത്രി. ഈ സമയത്ത് സാധന ചെയ്താൽ, ഈ സിദ്ധകുഞ്ചിക സാധന ചെയ്താൽ ഏറ്റവും ഫലപ്രദമായിട്ട് അനുഭവപ്പെടും. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധനാ കാലഘട്ടമാണ് ഈ നവരാത്രി. ഇപ്പം അങ്ങയുടെ ബുക്ക് തൂഹി തു, അതിലങ്ങ് ശിവരാത്രിനെ കുറിച്ചും അതുപോലെ ഗുരു പൂർണിമയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ഒരു ഭാഗത്തില് ഗുരുദേവൻ പറയുന്നുണ്ട്, ആ ഒരു വർഷത്തെ ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ ആ ഒരു ശിവരാത്രി എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം അസ്ട്രോളജിക്കലി അതിന് എന്തൊക്കെയോ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആ രീതിയിൽ അലൈൻ ചെയ്യുന്ന ഒരു പ്രത്യേക വർഷമായിട്ടാണ് പറയുന്നത്. അപ്പം ഓരോ വർഷവും ഇതിനിങ്ങനെ സിഗ്നിഫിക്കൻസ് മാറിക്കൊണ്ടിരിക്കുമോ? ഒരു ഇവന്റിന്റെ തന്നെ സിഗ്നിഫിക്കൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ നവരാത്രിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേകതയില്ലേ? ഓരോ വർഷത്തിലും ഓരോ സമയത്തും അവനവൽ ഉണരേണ്ട ചൈതന്യത്തിൻ്റെ സവിശേഷത കൊണ്ട് വ്യത്യസ്തപ്പെട്ടിരിക്കാറില്ലേ? നമുക്ക് അനുഭവം അങ്ങനെയാണല്ലോ. നവരാത്രി എന്നാൽ എല്ലാ നവരാത്രി ഒരുപോലെയാണോ നമ്മൾ അനുഭവപ്പെടുന്നത്? അല്ലല്ലോ. ശിവരാത്രി നമുക്ക് എല്ലാ ശിവരാത്രി ഒരുപോലെയാണോ? ശ്രദ്ധിക്കുന്നവന് മാത്രമേ, യുക്തിയുള്ളവന് മാത്രമേ ഇതറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ച് സാധാരണ ഒരു ദിവസം മാത്രമാണ്. രാവിലെ പ്രഭാതത്തിലുള്ള പോലല്ലോ മനസ്സ് ഉച്ച സമയത്ത് ആണോ? അതുപോലെയാണോ
സന്ധ്യാസമയത്ത് മനസ്സനുഭവപ്പെടുന്ന മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? ഇത് സ്വാഭാവിക പരിവർത്തനമാണ്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും റിലാക്സ് ആവും. പറയാറില്ലേ ചെരുപ്പൊക്കെ വാങ്ങേണ്ട വൈകിട്ടാണെന്ന്. കാരണം കാലൊക്കെ മാക്സിമം വലിപ്പത്തിൽ റിലാക്സ് ആയിരിക്കും, മനസ്സ് റിലാക്സ് ആവും. രാവിലെ, ഉച്ച, വൈകുന്നേരം ഇങ്ങനെ വ്യത്യാസമുള്ള പോലെ ഓരോ ദിവസങ്ങളും വ്യത്യസ്തമാണ്. 7 ദിവസങ്ങൾ പ്ലാനറ്ററി ഇൻഫ്ലുവൻസിനനുസരിച്ചാണ് ഈ ദിവസങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ ദിവസവും വ്യത്യസ്തമാണ്. ഒന്നുപോലെ എന്ന് തോന്നിയാലും അത്ഭുതകരമായിട്ട് എല്ലാം വ്യത്യസ്തമായിരിക്കുന്നു. ഈശ്വരൻ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നേയില്ല എന്ന് പറയും. എല്ലാ ദിവസവും ഒറിജിനലാണ്, ഓരോ നിമിഷവും ഒറിജിനലാണ്. ആ നിമിഷത്തെ തിരിച്ചറിയാനുള്ള, അതിനെ നമ്മുടെ ജീവിതത്തിന് അനുകൂലമായി തിരിച്ചറിയാനുള്ള ഉപായങ്ങൾ ആസ്ട്രോളജിക്കലി ഗുരുക്കന്മാർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് ചെയ്താൽ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവും. ഈ പറയാറില്ലേ സ്ട്രൈക്ക് വൈൽ അയൺ ഈസ് ഹോട്ട് എന്ന്. അത് ആ സമയത്ത് അടിച്ചാലേ അത് പരത്തി നമ്മുടെ ആവശ്യമുള്ള രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നവരാത്രി, ശിവരാത്രി, ഗുരുപൂർണിമ തുടങ്ങിയ ദിവസങ്ങളൊക്കെ സാധകന് അതിപ്രധാനമുള്ള ദിവസമാണ്. ആ വർഷം മുഴുവൻ ചെയ്തിരിക്കുന്ന സാധനയുടെയൊക്കെ ഫലം പൂർത്തിയാക്കാനും അല്ലെങ്കിൽ സാധന തുടങ്ങി വെക്കാനും ഒക്കെയുള്ള വിശേഷ ദിവസങ്ങളാണിവ. അപ്പം അത് വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നതിന് മാത്രമേ മനസ്സിലാക്കാൻ സാധ്യമാവൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് സാധന ചെയ്യൂ, കാര്യങ്ങൾ പിടികിട്ടും. മഹാരാജ്, അടുത്ത ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നവരാത്രി എന്ന് പറയുമ്പം അതിലെ കൺസെപ്റ്റ് ആയിട്ട് പറയുന്ന നവദുർഗകളെ കുറിച്ചാണ്. അതായത് ദേവിയുടെ 9 രൂപങ്ങളെ കുറിച്ച്. അപ്പം ആ നവദുർഗകളും അതുപോലെ ദശമഹാവിദ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനെപ്പറ്റി ഒന്നും പറയാൻ ആധികാരികമായി അറിവുള്ള ആളല്ല ഞാൻ എന്ന് ഒരിക്കൽ പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇത് അതാത് വിഷയങ്ങൾ പഠിച്ചും ചെയ്യുന്നവരുമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ചാമുണ്ഡ, അതാണ് നമ്മുടെ ഉപാസന മാർഗം. ചാമുണ്ഡ ഉപാസനയ്ക്കകത്ത് സർവ്വതും അടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ നവരാത്രിയും ദശമഹാവിദ്യകളും ഒക്കെ ഏതാണ്ട് 10-12 സെഞ്ചുറിക്ക് ശേഷമാണ് തുടങ്ങിയിട്ടുള്ളതെന്നാണ് കേട്ടിരിക്കുന്നത്. എന്നാൽ ചാമുണ്ഡയോ അതിപ്രാചീനയും. അത്ര പ്രാചീനമായിട്ടുള്ള ഒരു ഉപാസനാ വിശേഷത്തെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. നമുക്ക് മറ്റു വിഷയങ്ങളിലൊന്നും താല്പര്യവും ഇല്ല, മറ്റു വിഷയങ്ങളെപ്പറ്റി പറയാൻ യോഗ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് നൽകുന്നതെന്ന് ഞാൻ വിരമിക്കുകയാണ്. അങ്ങ് എപ്പോഴും ദേവീനെ നമ്മുടെ തന്നെ മനസ്സ് അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ് ആയിട്ടാണ് എപ്പോഴും കണക്ട് ചെയ്ത് സംസാരിക്കാറുള്ളത്. അപ്പൊ ഈ 9 ദിവസത്തെ ഈ ഓരോ രൂപങ്ങള് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ മൈൻഡിന്റെ ഏതെങ്കിലും ഒരു തലമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. നവഗ്രഹങ്ങളല്ലേ. ഗ്രഹം എന്ന് വെച്ചാൽ ഗ്രഹിക്കുന്നത്. ഗ്രഹിക്കുന്നത് എവിടെ ഇരിക്കുന്നത്? പുറത്തിരുന്നാണോ ഗ്രഹിക്കുന്നത്, അതോ അകത്തിരുന്നാണോ? അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കുന്നു. എന്നുള്ളിലും എനിക്ക് പുറത്തും സർവ്വതാ പ്രാണന്റെ ചലനമുണ്ട്. അതും മനസ്സും. പ്രാണൻ വെച്ചാൽ കുറച്ചുകൂടെ സ്ഥിരഭാവത്തിൽ കാണുക, ചലിക്കുന്ന വായു എന്ന് കാണണ്ട. അതിനു ചുറ്റും ചലിക്കുന്ന വികാര സ്വരൂപമായ മനസ്സ്. ഈ മനസ്സ് ആണ് ശക്തി. മനസ്സും പ്രാണൻ അതിൻ്റെ സ്ഥിരഭാവമെങ്കിലും നമ്മൾ സാമാന്യത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചപ്രാണനെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. അതും മനസ്സ് തന്നെയാണ്. എൻ്റെ വ്യക്തി മനസ്സ്, ഈ വിശ്വ മനസ്സ്, ഇത് തന്നെയാണ് ദേവി. മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക എന്ന് പറഞ്ഞിട്ടുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. മനസ്സാകുന്ന അവിടെ ദേവി പരമാത്മസ്വരൂപമായിട്ടാണ് പറയുന്നത്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന കോൺഷ്യസ്നസ് എന്ന് നമ്മൾ ഇവോൾവ് ചെയ്യപ്പെടുന്ന, പ്രകൃതിയിൽ പരിണമിക്കുന്ന ഊർജ്ജസ്വരൂപമാണ്. അതാണ് എൻ്റെ മനസ്സ്. അത് തന്നെയാണ് ഈ വിശ്വപ്രകൃതിയും. ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന കേവല ബോധം, അതായത് അവയർനെസ്, അതാണ് പരമേശ്വരൻ. മനസ്സ് പരമേശ്വരിയും, ബോധം പരമേശ്വരനാവുന്നു. ഇതാണ് നമ്മുടെ അറിവ്. ഇത് ദേവിയുടെ ഇപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രം നോക്കുക. ദേവിയെ പറ്റി പറയുകയാണ്. ഇപ്പം ചണ്ഡികാ ഹൃദയ സ്തോത്രം പഠിക്കാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് നോക്കുക. എന്താ പറയുക? ദേവിയുടെ പല പര്യായങ്ങൾ കൊടുത്ത കണ്ടില്ലേ? പല പേരുകളില്ലേ? കാളരാത്രി, മഹാമായി, ശിവേ, നിത്യേ തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്നു ഇല്ലേ? പിന്നെ അതിൻ്റെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കുള്ള ഭാഗങ്ങളിൽ മന്ത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
വാമേ ജ്യേഷ്ഠേ രൗദ്രംബികെ ബ്രാഹ്മി മാഹേശ്വരി മഹാദേവി മഹാകാളി ചാമുണ്ട ശിവദൂതി തുടങ്ങിയ എല്ലാ പേരുകൾ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ. ഒരു ദേവിയെ പറ്റിയല്ലല്ലോ പറയുന്നത്. അപ്പോൾ ഒരു സാധനത്തെ പിടിച്ചാൽ പോരെ? ഇതെല്ലാം കൂടെ പലതായിട്ട് പിടിക്കാൻ നോക്കി എവിടെ കിട്ടും? ഇരുണ്ടിരിക്കുമ്പോൾ അവൾ കാളി, വെളുത്തിരിക്കുമ്പോൾ അവൾ ഗൗരി അഥവാ ഗൗരി, ചുവന്നിരിക്കുമ്പോൾ ദുർഗ. ത്രിഗുണാത്മികയായോ? ആ ത്രിഗുണാത്മികയായ ദേവിയാണ് നമ്മുടെ ഉപാസനാമൂർത്തി. കറുപ്പ് കാളി, വെളുപ്പ് ഗൗരി സാക്ഷാത് ശ്രീ പാർവതി, ചുവപ്പ് ശ്രീ ദുർഗ. ഇത് മൂന്നാണോ? ഒരേ മനസ്സിന്റെ 3 ഭാവങ്ങളാണ്, 3 രൂപങ്ങളാണ്. അതാണ് ത്രിഗുണാത്മിക ദേവി എന്ന് പറയുന്നത്. ഈ ദേവിയെ ഓരോരുത്തർക്കും താല്പര്യത്തിന് പലതായി പിരിച്ചു വെച്ചിരിക്കുന്നു. പല ഉപാസനാ മാർഗികൾ അതേ ദേവിയെ പല ഭാവങ്ങൾ എടുക്കുന്നു. ഒരാളെ തന്നെയല്ലേ അമ്മ എന്ന് വിളിക്കുക, അതേയാളെ തന്നെ ചിലർ ചേച്ചി എന്ന് വിളിക്കും, ചിലർ പെങ്ങളെ എന്ന് വിളിക്കും അല്ലേ? അമ്മയെ തന്നെ പല പേരുകളിൽ വിളിക്കുന്നില്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരേ അമ്മയുടെ, ഒരേ പരാശക്തിയുടെ പല ഭാവരൂപങ്ങളാണ് നമ്മൾ ആരാധിക്കുന്നത്. എല്ലാം സത്യത്തിൽ നോക്കുന്നവന് ഏകം സത്യ ബഹുധാവദന്തി എന്ന് കാണപ്പെടും. അതായത് സത്യം ഒന്നേ ഉള്ളൂ, പക്ഷെ പലതായിട്ട് തോന്നുന്നു. നമുക്ക് എങ്ങനെയാ പരമാത്മശക്തിയുടെ സർവ വശങ്ങളെ പറ്റി കാണാൻ പറ്റുക? സാധ്യമാണോ? അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥയില്ലേ? ആന ഒരാൾ പറഞ്ഞു തൂണു പോല, ഒരാൾ പറഞ്ഞു അല്ല മുറം പോല, മറ്റേ പറഞ്ഞു ചൂല് പോലെ ആന. കാരണം വാലും കാലും ചെവിയൊക്കെ പിടിച്ചു നോക്കുന്നവർക്ക് ഓരോ രീതി തോന്നുന്ന പോലെ എല്ലാവരും വാക്കാൽ സംസാരിച്ചതല്ല അപൂർണം തന്നെയാണ്. മൗനമാണ് സമ്പൂർണത. അപൂർണമായിട്ട് നമ്മൾ ഏതൊക്കെ നാമരൂപങ്ങളെ പിടിക്കുന്നുണ്ടോ അതിലൊക്കെ ഈ അപൂർണത ദർശിക്കാൻ സാധ്യമാണ് അല്ലേ? ബ്രഹ്മാനുഭവം കേവല ശാന്തിയാണ്. ലോകത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇത് ദേവി ഇങ്ങനെയാണ്, ഈ ദേവി ഇന്ന വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു, ഇതൊക്കെ നമുക്കനുസരിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ദേവതാ സവിശേഷതകളാണ്. ഗുരുക്കന്മാർ നമുക്ക് തന്നിട്ടുള്ള രൂപങ്ങളെ പിടിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ സ്വയമായിട്ടൊന്നും ഉണ്ടാക്കേണ്ടതില്ല. അങ്ങനെ ഉപാസനാ മാർഗത്തിലൂടെ കടന്നാൽ മാത്രമേ രഹസ്യം അറിഞ്ഞുകൊണ്ട് ഉപാസിക്കണ്ടേ. ബുദ്ധിയിലെങ്കിലും രഹസ്യം ഉറക്കണ്ടേ. ഈ സത്യബോധത്തോടു കൂടി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എത്തുമ്പോൾ ബോധം തന്നെ പൂർണ്ണമായി തീരുമെന്ന് കൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഒന്നുമില്ലാത്ത അവസ്ഥയല്ലേ അവിടെ. അതുവരെ ബുദ്ധിയും മനസ്സുമൊക്കെ സപ്പോർട്ടീവായിട്ട് നിന്നുകൊള്ളട്ടെ, വിരോധമില്ല. പക്ഷെ ഉപാസിക്കുമ്പോൾ ആനന്ദിക്കുമ്പോൾ നമുക്ക് അറിയണ്ടേ, യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ടോ സത്യത്തെ വിസ്മരിച്ചുകൊണ്ടോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇതെല്ലാം ഒരു ബാധയായി തീരില്ലേ? അതല്ലേ ഇന്ന് ഉപാസന ചെയ്യുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടുകളായി തീരുന്നത്. ഉപാസകന് സന്തോഷത്തിന് പകരം കൂടുതൽ ബാധവും ഉപദ്രവങ്ങളും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ? കാരണം കാര്യമറിയാതെ വളരെ ശക്തമായൊരു കാര്യത്തെ ചെയ്യുന്നത് കൊണ്ടാണ്. ഗ്ലൗസ് ഇടാതെ ഇലക്ട്രിക് ലൈനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഷോക്കടിക്കുന്ന പോലെ ശരിയായ രീതിയിൽ അല്ലാതെ ഉപാസന ചെയ്താൽ ഉപാസന ഗുണത്തിന് പകരം ദോഷമായി തീരും. അതുകൊണ്ട് ദയവ് ഇത് വളരെ സൂക്ഷ്മതയോടെ മാത്രം ഉപാസനയ്ക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമേ ഇല്ല. പ്രത്യേകിച്ചും നവരാത്രിക്കുള്ള ഉപാസന അതിശക്തമാണെന്ന് ഓർക്കുക. നവരാത്രി ഉപാസന അതിശക്തിയായതുകൊണ്ട് തന്നെ, കാലവും അനുകൂലമായതുകൊണ്ട് തന്നെ പരിസ്ഥിതി അനുകൂലമാക്കി നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ വിപരീത ഫലത്തെ ഉണ്ടാക്കും. വളരെ സൂക്ഷിച്ച് നവരാത്രി സാധന ചെയ്യുക എന്നുള്ളതാണ് അഘോരിയുടെ നിർദ്ദേശം. മഹാരാജ്, ഈ ഉപാസന എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ഉപാസന മനസ്സിന്റെ മാർഗം. ഒരു രൂപത്തിലോ ഈ വിശ്വപ്രകൃതിയിലോ ഉള്ള പ്രേമം തന്നെയാണ് യഥാർത്ഥ ഉപാസന. എല്ലാത്തിലും, സകല വസ്തുവിലും, സകല നാമരൂപങ്ങളിലും അതാ പരാശക്തിയെ കാണുക, അത് ഉപാസന. എന്നാൽ പ്രാണന്റെ മാർഗത്തെ വിപാസന എന്ന് വിളിക്കും. അവിടെ യുക്തിപ്രധാനമാണ്. വിപാസനയോ യുക്തിപ്രധാനമെങ്കിൽ ഉപാസന പ്രേമം അഥവാ ഡിവോഷൻ, അത് പ്രധാനമായിട്ടുള്ളതിനെ ഉപാസന എന്ന് വിളിക്കാം. മഹാരാജ്, അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ഒരു ഡിവോട്ടി അല്ലെങ്കിൽ ഒരു സാധകൻ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പം അവരുടെ ഭക്ഷണക്രമത്തിൽ അല്ലെങ്കിൽ അവരുടെ ദിനചര്യകളിൽ അവർ പാലിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സാമാന്യ നിയമങ്ങൾ പറയാം.
വിശേഷമായിട്ട് വ്യക്തിപരമായി സാധന ആഗ്രഹിക്കുന്ന ഗുരുവിൽ നിന്നല്ലാതെ സാധന സ്വീകരിച്ചുകൂടാ, ചെയ്തുകൂടാ. സാമാന്യഗതിയിൽ മനുഷ്യൻ രാവിലെ കുളിച്ചെഴുന്നേറ്റ് അല്പം എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ശരീരത്തെ ശുദ്ധിയായി ഒക്കെ വെച്ചുകൊണ്ട് കേവലം ഒരു വിളക്ക് കൊളുത്തി ഒരു സാമ്പ്രാണത്തിരിയോ മറ്റെന്തെങ്കിലും ധൂപമോ കത്തിച്ച് വെച്ച് കേവല ധ്യാനനിഷ്ഠനായി അവനവൻ്റെ ഉപാസനാമൂർത്തിയെ അല്ലെങ്കിൽ ഗുരുമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു 10-20 മിനിറ്റ്, 24 മിനിറ്റ് ബേസിക് സാധനാ സമയം, 24 മിനിറ്റ് ധ്യാനനിരതനായിരിക്കുകയോ എന്തെങ്കിലും നാമം ജപിക്കുകയോ ചെയ്ത് അവനവൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുക. ഇത്രയും ചെയ്താൽ മതിയാവും. പ്രത്യേകിച്ച് പറ്റുമെങ്കിൽ ഈ കാലയളവിൽ ഫ്രിഡ്ജ് വെച്ചതോ ചൂടാക്കിയതോ ആയ പഴകിയ സാധനങ്ങൾ ഉപേക്ഷിക്കുകയും പറ്റുമെങ്കിൽ 2 നേരം, ഒരു നേരം പഴവർഗ്ഗങ്ങളും ഒരു നേരം മറ്റ് സരളമായ ആഹാരം, അരി, ഗോതമ്പ് തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ ആഹാരവും കഴിക്കുന്നത് വളരെ ഉത്തമമാവും. ശരീരത്തിൻ്റെ ഒരു ശുദ്ധി കൂടെ ഈ സമയത്ത് നൽകാവുന്നതാണ്. അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, വേണ്ടാത്ത കാര്യങ്ങളിൽ നേരിട്ട് ഉടനെ പ്രവേശിക്കാതിരിക്കുക. അത് പൂജവെപ്പിന് ശേഷമുള്ള സമയത്ത് പുതിയ കാര്യങ്ങളിൽ പ്രവേശിക്കുന്നതായിരിക്കും ഉത്തമം. ഈ കാലഘട്ടം സാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാമാന്യ സാധന. അതില് കിച്ചടി, സാബൂദാൻ അങ്ങനത്തെ ഭക്ഷണങ്ങൾ എന്തെങ്കിലും? ഖിച്ചടി നമ്മൾ എപ്പോഴും പറയും സാധനയ്ക്ക് വളരെ വിശിഷ്ടമാണ്. ഒന്ന്, വളരെ ന്യൂട്രീഷ്യസ് ആണ്, ഈസി ടു ഡൈജസ്റ്റ്. കൂടാതെ മനസ്സിനെ വളരെ പ്രസന്നമാക്കി വെക്കും. അതിൻ്റെ ആഹാരത്തിൻ്റെ പ്രത്യേക സ്വാദിഷ്ടമാണ്. കൂടാതെ അതിൻ്റെ അകത്ത് നെയ്യ്, മറ്റു വസ്തുവകളൊക്കെ ചേർക്കുന്നുണ്ട്. ചെറുപയർ തുടങ്ങിയവയൊക്കെ സാധനയ്ക്ക് വിശിഷ്ടമായ ഭക്ഷണക്രമമായിട്ടാണ് പണ്ടുതൊട്ടേ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലതായിരിക്കും ഖിച്ചടി ഭക്ഷിക്കുകയും ഫലവർഗ്ഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്ത് നവരാത്രി കാലം സുന്ദരമായി കൊണ്ടാൽ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ആധ്യാത്മികപരമായിട്ടുള്ള ഉന്നതി നേടാവുന്നതാണ്. ഈ നവരാത്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പൊരു സമയത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മഹാലയ എന്ന് പറഞ്ഞിട്ട്. ഇത് ബംഗാൾ ട്രഡീഷനിലൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് വരുന്നത്. വായിച്ചറിവുള്ളൂ ഇതിനെ കുറിച്ച്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്ത് കാര്യവും മുന്നിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആയുർവേദത്തിലാണെങ്കിൽ ലംഘനകർമ്മം ചെയ്യും, ഒന്ന് പട്ടിണി കിടത്തും. എന്തിനു വേണ്ടിയാ? പട്ടിണി കിടന്നു കഴിയുമ്പോൾ ശരീരം ഒന്ന് വേക്ക്ഫുൾനെസ് ഉണ്ടാവും, ഇല്ലേ? ശരീരം ഒന്ന് ഉണരും, മനസ്സൊന്ന് ഉണരും. എന്ന് പറഞ്ഞ പോലെ സാധനയ്ക്ക് മുമ്പ് ഒരു ശാന്തി മുഹൂർത്തം, ഒന്ന് ശാന്തമായിരിക്കുന്നത് നല്ല തന്നെയാണ്. പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കയറി സാധന ചെയ്യാതെ. അതുകൊണ്ടല്ലേ നമ്മൾ ധ്യാനം പഠിപ്പിക്കുമ്പോഴോ ആദ്യം സുഖമായിട്ട് ഇരിക്കാൻ പഠിക്കുക. സ്ഥിരം സുഖമാസനം എന്ന് പറയുന്ന പോലെ സുഖമായി ഇരുന്ന് ശരീരത്തെ സ്വസ്ഥമാക്കി വെക്കുന്ന പോലെ. കാരണം ഞാൻ എന്തിലേക്ക് പോവുകയാണെന്നുള്ള പ്രിപ്പറേഷൻ വേണ്ടേ? ശരീരത്തെയും മനസ്സിനെയും ട്രെയിൻ ചെയ്യുന്ന ഒരു തുടക്കത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇങ്ങനൊരു കാര്യം ആവശ്യമുണ്ട്. പരീക്ഷയ്ക്ക് ചെന്നിരുന്നാൽ ഉടനെ പേപ്പർ എടുക്കുക, ഉടനെ എഴുതി തുടങ്ങുകയാണോ ചെയ്യുന്നത്? ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യണം. സംസാരിക്കുന്ന മുമ്പ് ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യണം. ആ പോസ് ഈസ് വെരി എഫക്റ്റീവ്. അങ്ങനെ ഒരു പോസ് സ്റ്റേറ്റാണ് ഈ പറഞ്ഞ മഹാലയ. മഹാരാജി, നവരാത്രിയുടെ അവസാനത്തെ ദിനമല്ലേ മറ്റേ മഹാനവമി, അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ ആണ് വിജയദശമി. ഈ 2 ദിവസങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? എത്രാം ദിവസമാണ് മഹാനവമി? 9. വിജയദശമി. ദശം 10, നവം 9 എന്നല്ലേ? മഹാനവമി കൊണ്ട് അവസാനിക്കുകയാണ്. അതുവരെ നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ നമ്മൾ പൂജ വെച്ചു. പുസ്തകം മാത്രമല്ല, കർമ്മങ്ങളെല്ലാം പൂജ വെച്ചു. ഒരു പുതിയ ദിവസം തുടങ്ങുക, 10ാം ദിവസം. 1ഉം 0ഉം കൂടെ ചേർന്നു. അതായത് 1ാം ദിവസം തുടങ്ങുക. ആരെ കൂട്ടുപിടിച്ച്? പൂജ്യത്തെ. പൂജ്യ ആര്? ആ പരമേശ്വരൻ. പൂജ്യത്തെ കൂട്ടുപിടിച്ചൊരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങിയ ഏറ്റവും ബെസ്റ്റ് ദിവസമല്ലേ വിജയദശമി? എന്ന പേര് നോക്കി. വിജയത്തിലേക്ക് നയിക്കുന്ന 10ാം ദിവസമാണ്. 10ാം ദിവസം അല്ല, 1ാം ദിവസം എന്ന് വെച്ചോളുക. നമ്മുടെ ജീവിതത്തിൽ 1ാം ദിവസം തുടങ്ങുന്ന ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുന്ന കാലത്ത് പുസ്തകമൊക്കെ പൂജ വെക്കും, അല്ലേ? വെച്ച് അടുത്ത ദിവസത്തേക്ക് നമ്മൾ പോയി അക്ഷരം എഴുതി 1 തൊട്ട് തുടങ്ങില്ലേ? ആ ഈ ഒക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൽ എഴുതില്ലായിരുന്നോ? ഇപ്പം അതൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ശീലിച്ചുകൊണ്ടിരുന്നു. നോക്കൂ, ഒരു പുതിയ തുടക്കം. അതാവട്ടെ ഈ നവരാത്രി കഴിഞ്ഞുള്ള വിജയദശമി. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ, എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.